ഹലോ ഗായ്സ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഏത് ടോപ്പിക്കാണ് ചർച്ച ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ഗർഭകാലത്തുണ്ടാകുന്ന ഗ്യാസ് സംബന്ധമായ ഇഷ്യൂസ് നമുക്കതെങ്ങനെ നാച്ചുറലായിട്ട്, അതായത് മെഡിസിനോ കാര്യങ്ങളോ ഇല്ലാതെ നമുക്ക് നാച്ചുറലായിട്ട് അതെങ്ങനെ കൺട്രോൾ ചെയ്യുക, ഗ്യാസിൻ്റെ പ്രോബ്ലങ്ങളിൽ നിന്ന് എങ്ങനെ നമുക്ക് രക്ഷപ്പെടാം, ഇതാണ് ഇന്ന് നമ്മളിവിടെ നോക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ റിലേറ്റഡ് സംശയങ്ങൾ നിങ്ങൾക്ക് കമൻറ്റുകളായിട്ടും ചോദിക്കാവുന്നതാണ്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. നമ്മളിന്നിവിടെ നോക്കുന്നത് നമ്മുടെ വീടുകളിലുള്ള നോർമലായിട്ടുള്ള നമ്മുടെ ഫുഡിൻ്റെ കാര്യങ്ങളിലൊക്കെ നമ്മൾ കൺട്രോൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു മെഡിസിനൊക്കെ എടുക്കാതെ നമുക്ക് എത്രത്തോളം ഗ്യാസിനെ കൺട്രോൾ ചെയ്യാം എന്നുള്ളതാണ് നമ്മളിന്നിവിടെ നോക്കുന്നത്. നമുക്ക് 7 പോയിൻറ്റ്സ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ എല്ലാ പോയിൻറ്റ്സും എല്ലാവർക്കും പറ്റണമെന്നില്ല. സോ ചിലർക്ക് ചില പോയിൻറ്റ്സ്, അതായത് അവർക്ക് ചില മണങ്ങളൊന്നും ഇഷ്ടമല്ലാത്തവർക്ക് ചിലത് പറ്റത്തില്ല. അതുകൊണ്ട് കഴിവതും വീഡിയോ ഫുള്ളായിട്ട് കാണുക. അതിൽ നിങ്ങൾക്ക് ഏതാണോ പറ്റുന്നതെന്ന് നോക്കി നിങ്ങൾ ചൂസ് ചെയ്ത് നിങ്ങളതുമായിട്ട് മുന്നോട്ട് പോവുക. ആദ്യം ഞാനിവിടെ പറയാൻ പോകുന്നത് നമ്മുടെ ആഹാരത്തിൽ വരുത്തേണ്ട ഒരു മാറ്റമാണ്. ഇത് ഓൾറെഡി നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടിട്ടില്ലാത്തവർ അതൊന്ന് ജസ്റ്റ് നോക്കിക്കോളൂ. നമ്മൾ നോർമലായിട്ട് നമുക്ക് പ്രഗ്നൻസി ഒക്കെ കിട്ടുന്നതിന് മുന്നേ നമ്മൾ 4 നേരമൊക്കെ ആയിട്ടായിരിക്കും ഫുഡ് കഴിക്കണം, അല്ലേ? രാവിലെ, ഉച്ചയ്ക്ക്, വൈകിട്ട്, 4 മണിക്ക്, ഇങ്ങനെയാണ് നമ്മൾ സാധാരണ ഫുഡ് കഴിക്കാറ്. ഇങ്ങനെ കഴിക്കുന്നത് നമ്മുടെ ഗർഭകാലത്ത് ഗ്യാസ് ഉണ്ടാക്കാൻ കാരണമാകും. നമ്മൾ രാവിലെ കഴിക്കുന്ന ഫുഡ്, അതായത് ഇപ്പോൾ നമ്മളൊരു 3 ഇഡ്ഡലിയാണ് രാവിലെ കഴിക്കുന്നതെന്ന് വെച്ചു, ആദ്യം ഓരോ മണിക്കൂർ ഇടവിട്ട് 1 ഇഡ്ഡലി, 2 ഇഡ്ഡലി, 3 ഇഡ്ഡലി അങ്ങനെ കഴിക്കുകയാണെങ്കിൽ നമ്മൾക്ക് ഗ്യാസ് ഇഷ്യൂവിൽ നിന്ന് നമുക്ക് സുരക്ഷിതത്വം കിട്ടുകയും നമ്മൾ ഒന്നിച്ച് കഴിക്കുമ്പോൾ നമുക്ക് ദഹന പ്രക്രിയയിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് കാരണമാണ് നമുക്ക് ഗ്യാസിൻ്റെ പ്രോബ്ലംസ് വരുന്നത്. നമ്മൾ ഇടവിട്ട് കഴിക്കുമ്പോൾ നമുക്ക് ആ ദഹന പ്രക്രിയയിൽ പ്രോബ്ലംസ് വരാതെ നമ്മുടെ വയറ്റിൽ എപ്പോഴും എംപ്റ്റി ആക്കി സ്റ്റൊമക്ക് കിടക്കാതെ കിടക്കുന്നത് കൊണ്ടും നമുക്ക് ദഹനത്തിൻ്റെ സംബന്ധമായ ഇഷ്യൂസ് വരാതെ നമുക്ക് അത് സംബന്ധമായി വരുന്ന ഗ്യാസിനെ നമുക്ക് 100% ഇതിൽ നിന്ന് ഒഴിവാക്കി നിർത്താൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് രണ്ടാമത്തെ പോയിൻ്റായിട്ട് വരുന്നത്, നമ്മൾ ഈ കഴിക്കുന്ന ഭക്ഷണം നന്നായിട്ട് ചവച്ചരച്ച് കഴിക്കുക. അതായത് ഭക്ഷണം നന്നായി ചവച്ചരച്ച് ആസ്വദിച്ച് കഴിക്കാൻ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. നമ്മുടെ ദഹനത്തിൻ്റെ ഒരു ഭാഗം നമ്മുടെ വായിൽ വെച്ചിട്ട് തന്നെയാണ് നടക്കുന്നത്. സോ നമ്മൾക്ക് നല്ല ദഹനം കിട്ടാൻ നമ്മൾ ഉമ്മുനീരിൽ നന്നായിട്ട് നമ്മൾ കഴിക്കുന്ന ഫുഡിനെ നന്നായിട്ട് ചവച്ചരച്ച് കഴിക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഗ്യാസ് അങ്ങനത്തെ ഇഷ്യൂസിൽ നിന്ന് നമ്മുടെ ഫസ്റ്റ് ദഹനം നമ്മുടെ വായിൽ വെച്ച് തന്നെ നടന്നതുകൊണ്ട് നമുക്ക് കുറച്ചും കൂടി ഗ്യാസിൻ്റെ പ്രോബ്ലത്തിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റും. നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ ഈ 2 കാര്യം ശ്രദ്ധിക്കുന്നത് പോലെ തന്നെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയൊരു വേറൊരു കാര്യം കൂടിയുണ്ട്. നമ്മൾ ഫുഡ് കഴിച്ചതിന് ശേഷം, നമ്മൾ സാധാരണ നോർമൽ ഡേയ്സിൽ നമ്മൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ നമ്മൾ വെള്ളം കുടിക്കും. പക്ഷേ നമ്മുടെ പ്രഗ്നൻസി സമയത്ത്, ഇല്ലെങ്കിൽ നിങ്ങളെ ഗ്യാസ് നന്നായി അലട്ടുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ അങ്ങനെ വെള്ളം കുടിക്കാൻ പാടില്ല. അതായത് നിങ്ങൾ ഫുഡ് കഴിഞ്ഞതിന് ശേഷമോ അല്ലെങ്കിൽ ഒരു അല്പസമയം കഴിഞ്ഞതിന് ശേഷം മാത്രമോ നിങ്ങൾ വെള്ളം കുടിക്കുക. അതും നമ്മൾ ഇച്ചിരി, ചിലർ ഫുഡിൻ്റെ കൂടെ തന്നെ വെള്ളം കുടിച്ചേ പറ്റൂ എന്നുള്ളവർ ഇച്ചിരി വെള്ളം മാത്രം എടുക്കുക. ബിക്കോസ് നമ്മൾ ഫുഡിൻ്റെ കൂടെ വെള്ളം കുടിച്ചിട്ടുണ്ടെങ്കിൽ അതും ഗ്യാസിന് പ്രോബ്ലം ആകും. പിന്നെ നമ്മൾ എപ്പോഴും വെള്ളം കുടിക്കുമ്പോൾ സ്ട്രോ കാര്യങ്ങളോ ഒന്നും യൂസ് ചെയ്യാതെ ഗ്ലാസ്സിൽ നിന്ന് വെള്ളം കുടിക്കാൻ ശ്രമിക്കുക. നമ്മൾ ഈ മുന്നേ പറഞ്ഞ 2 കാര്യങ്ങളും നോക്കിയിട്ട് ഈ ഒരു കാര്യം മാത്രം നോക്കിയില്ല. അതായത് ഒരു വാ ചോറുണ്ണുമ്പോൾ ഒരു വാ വെള്ളം കുടിക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഗ്യാസ് ഉണ്ടാക്കാനുള്ള കാരണമാകും. നമ്മൾ ഈ മുന്നേ ശ്രദ്ധിച്ച 2 കാര്യങ്ങളിൽ നമുക്ക് ഒരു സൊല്യൂഷൻ കിട്ടാതെ വരും. അടുത്തതായി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് മലബന്ധം. ഗർഭിണികളിൽ നമ്മൾ കണ്ടുവരുന്നതാണ് മലബന്ധ സംബന്ധമായ ഡിസ്റ്റർബൻസ്. നമുക്ക് ഗർഭിണികൾക്ക് നോർമലായിട്ട് കണ്ടുവരാറുള്ളൊരു കാര്യമാണ് ഇത്. നമ്മൾക്ക് മലബന്ധത്തിലുണ്ടാകുന്ന പ്രോബ്ലംസ് നമ്മൾക്ക് ഗ്യാസ് പെരുക്കാനും വേദനകൾക്കൊക്കെ കാരണമാക്കും. അപ്പോൾ ഇങ്ങനെയുള്ള മലബന്ധ കാര്യങ്ങളൊക്കെ ഒഴിവാക്കാൻ നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്നത് ഫൈബറുകൾ ധാരാളം അടങ്ങിയ ഭക്ഷണങ്ങൾ നമ്മൾ നമ്മുടെ ഫുഡിൽ ഉൾപ്പെടുത്തുക. അതുപോലെ പായ്ക്ക് ചെയ്ത ആഹാരങ്ങൾ കഴിവതും കഴിക്കാതിരിക്കുക. നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്ന ഫുഡും കാര്യങ്ങളൊക്കെ ഒഴിവാക്കി ഫൈബർ ചേർന്ന് നമ്മൾ ഫ്രൂട്ട്സ് ആണെങ്കിലും നമ്മൾ ഇലക്കറികളാണെങ്കിലും നമ്മൾ ഫൈബേഴ്സ് കൂടുതലുള്ള കണ്ടൻറ്റുള്ള ഫുഡുകൾ കഴിക്കുന്നത് നമുക്ക് മലബന്ധത്തിൽ നിന്നും കാര്യങ്ങളിൽ നിന്നും നമുക്ക് ഒഴിവായി നിൽക്കാൻ സഹായിക്കും. സോ നമുക്ക് ആ മലബന്ധം ത്രൂ ഉണ്ടാകുന്ന ഗ്യാസിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾക്ക് ചിലർക്ക് ഗ്യാസ് ഉണ്ടാക്കുന്ന ഫുഡുകൾ, നമ്മൾ ഈ പറയുന്നത് പോലെ നോർമലായ സമയത്ത് നമ്മൾക്ക് ഈ പരിപ്പ്, നമ്മുടെ ഉരുളക്കിഴങ്ങ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കൂടുതലും ഗ്യാസ് ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങളെന്ന് പറഞ്ഞ് നമ്മൾ മാറ്റി നിർത്താറ്. പക്ഷെ നമ്മൾക്ക് ഗർഭകാലത്ത് അങ്ങനെയല്ല. ഗർഭകാലത്ത് പല ഫുഡുകളും നമ്മൾക്ക് ഗർഭിണിക്ക്, അത് ഓരോരുത്തരുടെ ശരീരപ്രകൃതി അനുസരിച്ച് ചില ഫുഡുകൾ ചിലർക്ക് ഗ്യാസ് ഉണ്ടാവാൻ കാരണമാകുന്നു. സോ നമ്മൾക്ക് ഒരിക്കൽ ഗ്യാസ് ഉണ്ടാകുമെന്ന് നമുക്ക് മനസ്സിലാകുന്ന ഫുഡ് പദാർത്ഥങ്ങൾ നമ്മൾ നമ്മുടെ ഫുഡിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കുക. സോ നമ്മൾക്ക് അങ്ങനെയൊക്കെ ഒഴിവാക്കുകയാണെങ്കിൽ നമുക്ക്
നമുക്ക് ഒരു പരിധി വരെ മരുന്നും കാര്യങ്ങളൊക്കെ കഴിക്കാതെ നമുക്ക് ഗ്യാസിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. സോ നമ്മൾക്ക് ഏത് ഫുഡാണ് നമുക്ക് പറ്റത്തില്ലാത്തതെന്ന് തോന്നുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ നമുക്ക് പാലുൽപ്പന്നങ്ങൾ പറ്റുന്നില്ലെന്ന് തോന്നുവാണെങ്കിൽ, അല്ലെങ്കിൽ അത് കഴിച്ചപ്പോൾ നമ്മൾക്ക് ഗ്യാസ് റിലേറ്റഡ് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മൾ ഗർഭകാലത്ത് എനിക്ക് നേരത്തെ ഇല്ലായിരുന്നു, ഗർഭകാലത്ത് ഇനി അതായത് നമ്മുടെ ഛർദി അങ്ങനെ വരുന്ന ഒരു പ്രോബ്ലമാണ് കൺസിഡർ ചെയ്യാതെ അതൊരു പ്രോബ്ലമാക്കി മനസ്സിലാക്കി അതിനെ നമ്മുടെ ഫുഡിൽ നിന്ന് നമ്മൾ ഒഴിവാക്കേണ്ടതാണ് കേട്ടോ. അത് നമ്മൾ തന്നെ സ്വയമായിട്ട് ഓരോരുത്തരും മനസ്സിലാക്കണം, തനിക്ക് ഗ്യാസ് വരുന്ന ഏത് കഴിക്കുമ്പോഴാണ് എന്ന് മനസ്സിലാക്കി നമ്മൾ അതിനെ നമ്മുടെ ഡെയിലി ലൈഫിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ഫുഡിൻ്റെ കൺട്രോളിൽ നിന്ന് നമ്മൾ മാറ്റി നിർത്തേണ്ടതാണ്. പിന്നെ നമുക്ക് ഗ്യാസ് ഒഴിവാക്കാൻ നമുക്ക് എക്സസൈസും കാര്യങ്ങളും അതൊരു പരിധിയിൽ കൂടുതൽ നമ്മൾക്ക് ഗ്യാസിൻ്റെ കാര്യങ്ങളിൽ നിന്ന് നമ്മൾക്ക് മാറി നിൽക്കാൻ കഴിയുന്നതാണ് നമ്മൾ ഡെയിലി ചെയ്യുന്ന എക്സസൈസ്. അതായത് ഗർഭകാലത്ത് ചെയ്യാൻ പറ്റുന്ന എക്സസൈസിന് ലിമിറ്റുണ്ട്. നമ്മൾ നോർമലായിട്ട് ചെയ്യുന്ന എക്സസൈസുകളല്ല. അത് നമ്മളൊരു ഡോക്ടറോട് ചോദിച്ചാൽ ഡോക്ടർ പറഞ്ഞു തരും, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് യൂട്യൂബിലൊക്കെ നോക്കിയാൽ കിട്ടും. സോ അതല്ലെങ്കിൽ ജിമ്മിലൊക്കെ പോയി ചെറിയ ചെറിയ എക്സസൈസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് നമ്മുടെ ബോഡിയിലുണ്ടാകുന്ന ഗ്യാസ് സംബന്ധമായി കെട്ടി നിൽക്കുന്ന ഇഷ്യൂസ് നമ്മൾ എക്സസൈസും വ്യായാമത്തിലൂടെ നമ്മൾക്കതിനെ പൂർണ്ണമായി മാറ്റാൻ പറ്റും. പിന്നെ യോഗ ചെയ്യുന്നതും നല്ലതാണ്. ഈ ഒരു ഗർഭകാലത്ത് യോഗ ചെയ്യുന്നത് നമുക്ക് ഗ്യാസ് അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്ന് നമുക്ക് മോചനം കിട്ടാനൊരു റീസണാണ്. പിന്നെ നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഗർഭകാലത്ത് ഗർഭിണിയായിരിക്കുന്ന ഒരു ലേഡി ഒരിക്കലും മദ്യപാനം പാടില്ല. അത് പറ്റുമെന്ന് പറയുന്നവരുണ്ടാവും, പക്ഷേ എൻ്റെ ഒരു ഇതിൽ ഒരിക്കലും എടുക്കാൻ പാടില്ല. നമ്മുടെ കുഞ്ഞിന് ചള്ളുവാണ്. അതുപോലെ തന്നെ ഈ മദ്യപാനം അല്ലെങ്കിൽ പുകവലി അങ്ങനെയൊക്കെ ചെയ്യുന്നവർക്ക് ഗ്യാസ് വളരെ കൂടുതലായിട്ട് കണ്ടുവരികയും അവർ ആ സമയത്ത് ടാബ്ലറ്റും കാര്യങ്ങളൊക്കെ എടുക്കേണ്ട ഒരു സിറ്റുവേഷനിലേക്ക് പോകാറുണ്ട്. സോ അങ്ങനെ മദ്യപാനം അല്ലെങ്കിൽ പുകവലി ഇങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ ഗർഭിണിയാണെന്നറിയുന്ന അന്ന് തൊട്ടിട്ട് നമ്മൾ കുഞ്ഞുണ്ടാകുന്നത് വരെയെങ്കിലും കഴിവതും നമ്മുടെ ഡെയിലി ലൈഫിൽ നിന്ന് മാറ്റി നിർത്താൻ ശ്രമിക്കുക. അതുപോലെ തന്നെ നമ്മൾ സോഡ, അതിപ്പോൾ നമ്മൾ അല്ലാതെ നമ്മൾ നോർമലായിട്ട് നിങ്ങൾ സോഡ ഒക്കെ ഒത്തിരി കുടിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഡെയിലി ലൈഫിൽ നിന്ന് സോഡയും മാറ്റി നിർത്തേണ്ടതാണ്. കാരണം നമ്മുടെ സോഡയിൽ കാർബൺ ഡയോക്സൈഡ് ചേർത്തതാണ്. സോ അങ്ങനത്തെ പാനീയങ്ങൾ നമ്മൾ ഗർഭിണിയായിരിക്കുന്ന സമയത്ത് ഉപയോഗിക്കാതിരിക്കാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് നമുക്ക് നേരിട്ട് ഗ്യാസ് ഉണ്ടാക്കാനും നമ്മുടെ വയറ്റിൽ വേദനകൾ വരാനും കാരണമാകും. സോ ഇങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ ഡെയിലി ലൈഫിൽ നിന്ന് നമ്മൾ ഒഴിവാക്കണം. ഇപ്പോൾ ഈ ഞാൻ പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നമ്മുടെ എല്ലാവരുടെയും ഡെയിലി റൊട്ടീനിൽ നടക്കുന്ന കാര്യങ്ങളാണ്, അല്ലെങ്കിൽ നമ്മളെ കൊണ്ട് ഒഴിവാക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. സോ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളുടെ ഡെയിലി ലൈഫിലൊന്ന് ഇൻക്ലൂഡ് ചെയ്യുകയും അതുപോലെ ഒഴിവാക്കേണ്ട കാര്യങ്ങൾ ഒഴിവാക്കി ചെയ്യാൻ നോക്കുകയാണെങ്കിൽ നമുക്ക് ഗർഭകാലത്തുണ്ടാകുന്ന ഗ്യാസിൻ്റെ പ്രോബ്ലംസ് ആദ്യത്തെ 3 മാസത്തിന് ശേഷമായിരിക്കും ഈ കൂടുതലായിട്ടും ഗ്യാസിൻ്റെ പ്രോബ്ലംസ് നമ്മൾ കണ്ടുവരുന്നത്. സോ ആ സമയത്തുണ്ടാകുന്ന ഗ്യാസിൻ്റെ പ്രോബ്ലംസിനെ നമുക്ക് 100% കൺട്രോൾ ചെയ്ത് നിർത്താൻ പറ്റും നമ്മൾ ഇത്രയും കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ. ഇത്രയും കാര്യങ്ങൾ നമ്മൾക്ക് ഡെയിലി വലിയ ബുദ്ധിമുട്ടില്ലാതെ നമുക്ക് നോർമലായിട്ട് കെയർ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമേ ഞാൻ ഇന്നിവിടെ ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, വീഡിയോ റിലേറ്റഡ് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത്, ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ ആരും സബ്സ്ക്രൈബ് ചെയ്യാതെ പോകരുത്. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നമുക്ക് പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്.